ഹായ് വെൽക്കം ബാക്ക്. യൂഷ്വൽ സ്പോയിലർ അലേർട്ട്. നമ്മള് റിംഗ്സ് ഓഫ് പവറിന്റെ സെക്കൻഡ് എപ്പിസോഡാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഖസാംദൂമിലെ ഒരു മാർക്കറ്റിലാണ്. അവിടെ പ്രിൻസ് ഡ്യൂറിനും പ്രിൻസസ് തെഷിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അവര് ഷോപ്പിംഗ് ചെയ്യുന്നതിനിടയ്ക്ക് പെട്ടെന്ന് വല്ലാത്തൊരു മുഴക്കത്തോടെ ഒരു ഭൂമി കുലുക്കം ഉണ്ടാവുന്നു. ഖസാംദൂമിലെ എല്ലാ ജനങ്ങളുടെയും ജീവിതത്തെ സാരമായി തന്നെ ബാധിക്കുന്ന ഒരു ഭൂമി കുലുക്കം. അതായത് ലൈക്ക് കൃഷിയെല്ലാം നശിക്കുന്നു, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നശിക്കുന്നു. അവിടെ മൊത്തത്തിൽ അങ്ങ് ഇരുട്ട് വ്യാപിക്കുന്നു. സൂര്യപ്രകാശം കടക്കുന്നില്ല അകത്തേക്ക്. മൗണ്ട് ഡൂമിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇറപ്ഷൻ ആണ് ഇതിന് കാരണം എന്ന് പറയുന്നത്. അവർ ഇതിനെ സംബന്ധിച്ച് ചർച്ചയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടത്തുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് കാണുന്ന സീൻ ഗലാഡ്രിയല് അവര് അവരുടെ സഹോദരന്റെ ഒരു പ്രതിമയും നോക്കി നിൽക്കുന്ന ഒരു സീനാണ്. അന്നേരം ലോർഡ് കെലിബ്രിംബോർ അങ്ങോട്ടേക്ക് വരും. ഗലാഡ്രിയൽ പറയും, നിങ്ങൾ വന്നാൽ ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കും. അപ്പോ അദ്ദേഹം പറയും, എനിക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോ ഗലാഡ്രിയല് പറയും, അപ്പോഴേക്കും അവൻ തിരിച്ചെത്തിയോ എന്ന്. ആകെ ഒരു ഭയവും ആശങ്കയും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ശബ്ദത്തില്. പിന്നെ ഒരു സിനിസ്റ്റർ വൈബായിരിക്കും മൊത്തത്തില്. കെലിബ്രിംബോർ ഗലാഡ്രിയലിനോട് ചോദിക്കും, ഈ വിത്തുകൾ നീ നട്ടതല്ലേ എന്ന്. ഇതൊക്കെ ഇന്ന മീനിങ് ഉള്ള കുറെ കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ കുറെ ചുള്ളിക്കമ്പുകൾ അങ്ങനെ നീണ്ടു വന്നിട്ട് ലോർഡ് കെലിബ്രിംബോറിനെ അങ്ങോട്ട് വരിഞ്ഞു മുറുക്കും. അവസാനം ഇതങ്ങ് ഇങ്ങനെ മുകളിലേക്ക് അങ്ങ് ഉയർത്തിക്കൊണ്ട് ഒരു മരത്തിൽ ഒരു ബാനർ പോലെ ചാരി വെച്ചിട്ട് നെഞ്ചിക്കൂടെ അങ്ങ് തുളഞ്ഞ് കയറും. ആളവിടെ മരിക്കുകയാണ്. ആ ഒരു സീനാണ് കാണുന്നത്. പിന്നെ ഒരു അശരീരി പോലെ കേൾക്കാം, 3 മോതിരങ്ങൾ എൽവൻ കിങ്സിനും 7 ഡ്വാഫ് ലോഡ്സിനും 9 വെറും മനുഷ്യന്മാർക്കും, സാധാരണ മനുഷ്യന്മാർക്കും. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൈനാണ്. അത് ഇനി വരുന്ന സീസണുകളിൽ കാണിക്കുമായിരിക്കും എന്ന് വിചാരിക്കണം. ടോട്ടൽ എത്ര റിങ്സ് ഉണ്ട്, ഇത് അതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആക്ച്വലി ഇത് ഗലാഡ്രിയൽ കാണുന്ന ഒരു വിഷൻ ആണ്. ബിക്കോസ് ഓഫ് ദി വൺ റിംഗ് ദാറ്റ് ഷി ബെയേഴ്സ്. അതായത് എൽവൻ കിങ്സിനുള്ള 3 മോതിരങ്ങളിൽ ഒന്ന് ഇപ്പോ ഗലാഡ്രിയലാണ്. ഗലാഡ്രിയൽ മോതിരം അണിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഹൈക്കിങ് മോഡോറിനെ അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യാനുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ഗലാഡ്രിയല് കയറി ചെല്ലും. അപ്പൊ ഈ മോഡോണില് അവിടെ സൗരോൺ ഉണ്ട് എന്നൊരു അസംഷന്റെ ബേസിലാണ് അവിടെ അറ്റാക്ക് ചെയ്യാന്ന് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഗലാഡ്രിയൽ പറയും ഹൈക്കിങ്ങിന്റെ അടുത്ത്, അവിടെ സൗരോൺ കാണില്ല, അവിടെ നിന്ന് എപ്പോഴേ ചങ്ങായി സ്ഥലം വിട്ട് കാണും. അപ്പൊ അതെങ്ങനെയാണ് ഗലാഡ്രിയലിന് മനസ്സ് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് എന്നുള്ളത് ഹൈക്കിങ് ചോദിക്കും. അപ്പോ ഇവര് പറയും, ഗലാഡ്രിയൽ പറയും, എനിക്ക് സൗരോണിനെ നന്നായി അറിയാമെന്ന് പറയും. എറോഗിയോണിലേക്ക് തന്നെ അയക്കാനായിട്ട് അവൾ ആവശ്യപ്പെടും. കാരണം അവിടെ ആയിരിക്കും മിക്കവാറും ഇങ്ങനെ ഉണ്ടാവുക. അപ്പൊ ഹൈക്കിങ് സമ്മതിക്കില്ല. എൽറോണ്ട് കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയും. പക്ഷെ ഈ ആവശ്യമായിട്ട് അവള് എൽറോണ്ടിനെ സമീപിക്കുമ്പോൾ അവനത് നിരസിക്കും. പിന്നീട് മോഡോറിലേക്ക് പോകുന്ന സംഘത്തെ താൻ നയിക്കും എന്നുള്ള ഒരു നിബന്ധനയായിട്ട് എൽറോണ്ട് തന്നെ തന്റെ സമ്മതം ഹൈക്കിങ്ങിനെ അറിയിക്കുകയും അദ്ദേഹം അത് ഗലാഡ്രിയലിനെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു സീനുണ്ട്. ഒപ്പം തന്നെ ഇടയ്ക്ക് വിഷൻസ് കാണുന്നതിനെ കുറിച്ച് ഗലാഡ്രിയലും ഹൈക്കിങ്ങും ചർച്ച ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്ന കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ്. ലൈക്ക് ഒരു പുതിയൊരു വിസാർഡ് ആളെയാണ് കാണിക്കുന്നത്. ആ ഒരു സീനിന്റെ ചുരുക്കം ഇതാണ്. നമ്മുടെ സ്ട്രേഞ്ചർ ഉണ്ടല്ലോ, നൂറിയുടെയും പാപ്പയുടെയും കൂടെയുള്ള ആളെ കൊല്ലാനായിട്ടാണ്, ആ സ്ട്രേഞ്ചറിനെ കൊല്ലാനായിട്ടാണ് ഈ വിസാർഡിലെ ഗ്യാങ് പ്ലാൻ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഈ സ്ട്രേഞ്ചർ താൻ ആരാണെന്ന് സ്വയം തിരിച്ചറിയുകയും ആളുകളുടെ ശക്തികളൊക്കെ റീഗെയിൻ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അത് ഡേഞ്ചറാണ് അത്ര. അപ്പൊ എന്റെ സംശയം ഈ സ്ട്രേഞ്ചർ മിക്കവാറും നമ്മുടെ ഗാൻഡാൽഫ് ആയിരിക്കും. ഈ വിസാർഡ് എന്ന് പറയുന്നത് മറ്റേ സറുമൻ ഫസ്റ്റിൽ ഉണ്ടായിരുന്നില്ലേ ലോർഡ് ഓഫ് ദ റിങ്സിൽ, ആളായിരിക്കണം. അപ്പിയറൻസ് ഒക്കെ കാണുമ്പോ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ട്രാവൽ ചെയ്യുന്നതിനിടയ്ക്ക് ഈ വിസാർഡിന്റെ ഗ്യാങ് ഇവരെ അറ്റാക്ക് ചെയ്യുമല്ലോ, സ്ട്രേഞ്ചറിനെയും പാപ്പിനെയും നൂറിനെയും. അപ്പൊ ഭാഗ്യാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല, സ്ട്രേഞ്ചർ ഒരു മന്ത്രം ചൊല്ലും. പടലങ്ങളൊക്കെ ആകപ്പാടെ ഉയർന്ന ഒരു കൊടുങ്കാറ്റ് പോലെയായി മാറി ഇവരെ അറ്റാക്ക് ചെയ്യാൻ വന്നവരൊക്കെ പിന്നെ ഓടി രക്ഷപ്പെടും. പക്ഷെ നൂറിയും പോപ്പിയും ഈ ഇതിനകത്ത് പെടും. എന്നിട്ട് ഒരു കിണറിനകത്തേക്ക് വീഴും. സ്ട്രേഞ്ചറിനാണെങ്കിൽ ഈ ഒരു പിന്നെ ഇത് കൺട്രോൾ ചെയ്യാനും പറ്റില്ല. സ്ട്രേഞ്ചർ രക്ഷിക്കാനൊക്കെ ശ്രമിക്കും, പക്ഷെ നടന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത്
എരോഗ്യോണില് കെലിബ്രിംബോർ അവൈലബിൾ ആവുന്നത് വരെ അവിടെ കാത്തു നിൽക്കുന്ന സൗറോണിനെയാണ്. ഈ സമയം കെലിബ്രിംബോർ തന്നെ കാത്തു നിൽക്കുന്നത് സൗറോൺ ആണ് എന്നുള്ള ഐഡിയ ഒന്നുമില്ല. കെലിബ്രിംബോറിനെ സംബന്ധിച്ചിടത്തോളം അത് ഹാൽബ്രാൻഡ് ആണ്. കെലിബ്രിംബോർ ഹാൽബ്രാൻഡ് അത്ര ട്രസ്റ്റ് വർത്തി അല്ല എന്ന് അറിയുന്നതുകൊണ്ട് പരമാവധി ഇയാളെ മീറ്റ് ചെയ്യാതെ ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിക്കും. ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് ഹൈക്കിങ് എരോഗ്യോണിലേക്ക് അയച്ച ദൂതന്മാരെ കൊല്ലപ്പെട്ട നിലയിൽ അവരുടെ ബോഡി കണ്ടുകിട്ടുന്നത്. സോ ഹൈക്കിങ് എന്തോ ഒരു മെസ്സേജ് കെലിബ്രിംബോറിന് അയച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ആ മെസ്സേജ് കിട്ടിയിട്ടില്ല. സൗറോൺ താൻ ആ മോതിരത്തിന്റെ ശക്തി നേരിട്ട് കണ്ടു എന്ന് അവകാശപ്പെടും. കൂടാതെ താൻ വലാറിന്റെ ദൂതനാണ്, ഗോഡ് ഓഫ് ഗിഫ്റ്റ്സ് ആയിട്ടുള്ള ആനറ്റാർ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. കെലിബ്രിംബോർ സൗറോണിന്റെ ഈ പൊളിവചനങ്ങളിലൊക്കെ മൂക്കും കുത്തി വീഴുന്നത് കാണാം. ആനറ്റാർ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രിൻസ് ട്യൂറിനെ എരോഗ്യോണിലേക്ക് ക്ഷണിച്ചും കൊണ്ടുള്ള ഒരു കത്ത് പ്രിൻസ് ട്യൂറിന് കിട്ടുന്നതോടെയാണ് എപ്പിസോഡ് 2 അവസാനിക്കുന്നത്. സോ ഇവിടെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്, ഗലാഡ്രിയിൽ കണ്ട വിഷന്റെ അർത്ഥം ശരിക്കും എന്താണ്? ആരാണ് ശരിക്കും ഈ സ്ട്രേഞ്ചർ? ആ വിസാർഡ് ആരാണ്? ഡാർക്ക് വിസാർഡ് ടീം ആ സ്ട്രേഞ്ചറിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്തിനായിരിക്കും? അതുപോലെ നൂറിക്കും പൂപ്പിനും എന്ത് സംഭവിച്ചാണ്? ഹൈക്കിങ്ങിന്റെ ദൂതന്മാരെ കൊന്നത് ആരാണ്? സത്യത്തില് സൗറോൺ എന്തിനാണ് കെലിബ്രിംബോറിനെ സമീപിച്ചിരിക്കുന്നത്? പ്രിൻസ് ട്യൂറിൻ ഈ എരോഗ്യോണിലേക്ക് കിട്ടിയിട്ടുള്ള ആ ഇൻവിറ്റേഷൻ അനുസരിച്ച് അങ്ങോട്ടേക്ക് വരുമോ? ഖസാം ഡൂമിലെ ജനജീവിതം ഇനി എങ്ങനെയാണ് തിരിച്ച് സാധാരണ നിലയിലാവാൻ പോകുന്നത്? ഇതൊക്കെ ഇനി അടുത്ത എപ്പിസോഡുകളിൽ വരുമെന്ന് വിചാരിക്കാം. സ്റ്റേ ട്യൂൺ ടു ഗെറ്റ് ദ ആൻസർ. സബ്സ്ക്രൈബ് ടു മലയാളി ഫ്രം തൃശൂർ. ബൈ ഫോർ നൗ.